നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്, അതായത് നോ എവിക്ഷൻ എപ്പിസോഡ്, ശൈത്യ ഔട്ടാവും എന്ന് പലരും പ്രവചിച്ചിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ പ്രവചിച്ചിരുന്നു. ശൈത്യ എവിക്റ്റഡ്, ശൈത്യ ഔട്ടായോ ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആൾക്കാരും പ്രവചിച്ചിരുന്നു. അപ്പം അങ്ങനത്തെ പ്രവചനാതീതമായിട്ടുള്ള ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂ അല്ലേ വിധു? അതെ, ലാലേട്ടൻ പറയാതെ വയ്യ, അതും വെച്ചാൽ തുടങ്ങുക വിധു. അതെ, കോസ്റ്റ്യൂം മുതൽ എല്ലാ സംഭവങ്ങളും, ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും, പിന്നെ ഞാൻ പറയാം ഇത് ഒരു മനുഷ്യന് പഠിക്കേണ്ട സാധനമുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഒരു ഭയങ്കര, ഒരു പണ്ടേ ക്ഷമേൻ്റെ ആളാണ്, പക്ഷെ ഭയങ്കര ചേഞ്ച് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറയാം. ഓരോ ആദ്യം അങ്ങനെ തന്നെയാണ് സത്യം. പക്ഷെ ഇന്ന് അതിങ്ങനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു എപ്പിസോഡ്. എത്ര ഏത് ഭാഷയിലെ ബിഗ് ബോസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ലാലേട്ടന് ഇങ്ങനെയേ പറ്റൂ. ഇത് അടിപൊളി, ഇത് ആവശ്യത്തിന് കൊടുക്കണമുണ്ട്, ആവശ്യത്തിന് ചോദിക്കണമുണ്ട്. ചോദിക്കാനുള്ളത് അതേപടി എല്ലാവരും ഒരേ ടോണിൽ ഇങ്ങനെ ചൂടായി ചോദിക്കണം എന്നില്ലല്ലോ. പക്ഷെ എന്തൊരു സ്വീറ്റ് ആണ് അല്ലേ, എന്ത് നന്നായിട്ടാ പെരുമാറുന്നത്, സംസാരിക്കണം. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് തോന്നിയതാ. അത് ശരി. സ്വീറ്റ് ലാലേട്ടന്റെ നല്ല അടിപൊളി എപ്പിസോഡ്, നല്ല അടിപൊളി കോസ്റ്റ്യൂം അല്ലേ, ബ്ലൂ ഒക്കെ ഇട്ടിട്ട്. യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് ഓരോ നടന്നത് പ്രകാരമുള്ള സംഗതികൾക്ക് നടക്കാം. വലിയൊരു ചേഞ്ച് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനുമോളിലാണ് അല്ലേ? അനുമോൾ ആസ് എ ഗെയിമർ, ആസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ പൊന്തി വരുന്നു എന്നുള്ളത് നല്ലൊരു സൂചനയാണ്. വേറൊരു ലെവലായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച നമ്മൾ ആദ്യം പറയാൻ കാരണം അറിയുന്നു, അവസാനം ഈ എപ്പിസോഡ് അവസാനിക്കുന്നതോടുകൂടി അടുത്ത ആഴ്ചക്കുള്ള വെടിമരുന്നിനുള്ള തീ കൊടുത്തിട്ടാണ്. പൊട്ടിയാൽ മതിയായിരുന്നു. കാരണം വെച്ചാൽ അപ്പാണി ആൻഡ് അനുമോൾ ഒരു ടീമിലാണ്. നമുക്ക് ആദ്യം ഇത് നമുക്ക് തോന്നിയില്ല, ആര്യൻ എന്ത് പരിപാടിയാണ് കാണിച്ചു, ആര്യൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പാനി ആര്യനോട് പറഞ്ഞതാ. ആര്യൻ പക്ഷെ ഒരു കാര്യം മിസ്റ്റേക്ക്, ആര്യൻ അപ്പാനിനോടും ഇവരോടൊക്കെ സംസാരിച്ചിട്ടാണ് ടീം ആക്കാൻ വന്നത്. ഇന്ന് എപ്പിസോഡിൽ അങ്ങനെ കണ്ടത്. പക്ഷെ എന്നിട്ട് അനുമോൾ ഒരു ചോദ്യം കറക്റ്റ് ആയിട്ട് ചോദിച്ചു, വേറെ ആരോടും ചോദിച്ചിട്ട് ടീം തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആര്യൻ പറഞ്ഞു, ആരോടും ഒന്നും ചോദിക്കില്ല, അത് എന്റെ സ്വന്തം ഇഷ്ടം, അത് കള്ളാണ്. അപ്പാനി സംസാരിച്ചു, അപ്പാനി നമ്മൾ കണ്ടില്ലേ, അപ്പാനി സംസാരിച്ചു, അവരൊക്കെ സംസാരിച്ചിട്ടാണ് തീരുമാനത്തിലെത്തിയത്. അപ്പൊ അനുമോൾ പറയും ചെയ്തു, അപ്പാനി ഉണ്ടെങ്കിൽ വേണ്ട. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, എന്താ നിങ്ങളുടെ ഫ്രണ്ട്സ് മാത്രമേ പറ്റൂ, ഇതെന്താ കളിക്കാനുള്ള സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കേണ്ട ആര്യൻ. ക്യാപ്റ്റനുമായി അപ്പാനിയാണ് ക്യാപ്റ്റൻ. കിച്ചൺ ടീം ഇപ്രാവശ്യം അടിപൊളിയായി. പിന്നെ കിച്ചൺ ടീം തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു, അനുമോളാണ് പറഞ്ഞത്, പുറത്തുള്ള ഒരാൾക്കാരും അഭിപ്രായം പറയരുത്, ഗ്യാസ് പോലും ഓൺ ചെയ്യാൻ, അങ്ങനെയല്ല അഭിപ്രായം പറയരുത് എന്നല്ല, ഗ്യാസ് പോലും ഓൺ ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ അതൊക്കെ കേട്ടോ, ഇത് ഈ അത് വിട്ട് ഞാൻ എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ എന്തേ തട്ടിയോ, ഇത് കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ, എന്തൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ. പോട്ടെ, കുടുങ്ങിയതൊക്കെ പിന്നെ എടുക്കാം നമുക്ക്. പിന്നെ ഞാൻ ഉദ്ദേശം എന്താ അറിയോ, ഇതിന്റെ മനസ്സിൽ കിടക്കുന്ന കംപ്ലീറ്റ് നമ്മൾ ഈ മറ്റേ നെഗറ്റിവിറ്റിന്റെ ആളായതുകൊണ്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്താണെന്നറിയോ, ഈ അപ്പാനിന്റെ ക്ലോസ് ഫ്രണ്ട് ആണല്ലോ അക്ബർ. അപ്പൊ അക്ബറിനെ ഇതിനുള്ളിൽ അടുപ്പിക്കരുത് എന്നാണോ അനുമോൾ ഉദ്ദേശിച്ചത് തോന്നുന്നു? അല്ല, അക്ബറിനെ അടുപ്പിക്കേണ്ടതല്ല. അനുമോൾ ഉദ്ദേശിച്ചത് ഒരൊറ്റ ആളും വേറെ ഒന്നും കുക്ക് ചെയ്യരുത്, ഗ്യാസ് തൊടരുത്, കിച്ചണിലുള്ളവർക്ക് മാത്രമേ അത് പാടുള്ളൂ, ഒരാളും പഞ്ചസാര പോലും എടുക്കരുത്. പക്ഷെ അതെ, അടുക്കള കിച്ചൺ ടീമിൽ എല്ലാവരും എഗ്രി ചെയ്തു. പിന്നെ അപ്പാനിയും പറഞ്ഞു അതെ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ അങ്ങനെ പരിപാടിയിൽ പോവാം അല്ലെ. അടുക്കള ഫുഡിന്റെ റെസ്പെക്ട് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ചൂലിന്റെ വിഷയം, അനീഷിന്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ സാധാരണ പോലെ സംസാരിച്ചു, നല്ല രീതിയിൽ സംസാരിച്ചു വിട്ടു. പിന്നെ പറഞ്ഞ കഴിഞ്ഞ ടീമിലെ കഴിഞ്ഞ ഞാൻ ഇവിടെ ഒന്ന് എഴുതിച്ചു നോക്കാം, ഇങ്ങനെ അനുസരിച്ച് പറഞ്ഞോളൂ കേട്ടോ. അതായത് ഇന്നിപ്പം ആകെ അഴകുഴയായിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. എനിക്കെന്നെ ഏകദേശം ഒന്നും വായിച്ചിട്ട് മനസ്സിലാവില്ല. എഴുതി വെച്ചാൽ ഞാൻ എന്തൊക്കെ 5-6 പേജ് എഴുതി വെച്ചിട്ടുണ്ട്, എന്താ നിൽക്കൊരു തേങ്ങി മനസ്സിലാവണില്ല. പോട്ടെ, ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലാവില്ല എന്നല്ല ഇത് പറഞ്ഞത്, ഞാൻ എഴുതി വെച്ചത് എനിക്ക് മനസ്സിലാവില്ല. ബിഗ് ബോസ് മനസ്സിലാവില്ല. അപ്പം എഴുതി വെച്ചത് കഴിഞ്ഞ ടീം തെറ്റുകൾ എന്നാണ് നോക്കുന്നത് എഴുതി വെച്ചാൽ എന്താണെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നൊരു സാധനം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് കുറ്റപ്പെടുത്തുന്ന കാര്യം. അതായത് കഴിഞ്ഞ പ്രാവശ്യം കുക്കിംഗ് ടീമിനെ പ്രാവശ്യത്തെ ആൾക്കാർ ടീമിനെ കുക്ക് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയാണ്. പിന്നെ രണ്ടാമത് ഇത്ര സംഭവമാണ്, അടുക്കളയുടെ കാര്യം വളരെ സ്വീറ്റായിട്ട് ലാലേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അടുക്കളയുടെ വിഷയം വരുന്ന സമയത്ത്, ഫുഡിൻ്റെ കാര്യം വരുന്ന സമയത്ത് ലാലേട്ടൻ വേറൊരാളാണ്. കാരണം വെച്ചാൽ
നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ, പല വീഡിയോസും എല്ലാ ടോപ്പിക്കും ലാലേട്ട ഒന്ന് ജസ്റ്റ് തൊട്ടു. അതിൽ എനിക്ക് തോന്നുന്നു സംസാരിക്കാത്ത ഒരേ ഒരു ടോപ്പിക്ക് നമ്മളെ മറ്റേ ഡാൻസ് ഉണ്ടായിരുന്നില്ലേ, പെർഫോമൻസ് ഉണ്ടായിരുന്നില്ലേ, പെർഫോമൻസിന്റെ മാർക്കിടലിനെ കുറിച്ചിട്ട് മാത്രം സംസാരിച്ചിട്ടില്ല. അത് ചിലപ്പോ വേണ്ടാച്ചിട്ടായിരിക്കും, അതിന്റെ ആവശ്യമില്ലല്ലോ, അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല പ്രശ്നം അവിടെ അങ്ങനെ തീർന്ന് ഇതായില്ല. ബാക്കിയെല്ലാം എന്തിന് അധികം പറയണ, അതായത് വെസൽ ടീമില് പാത്രം ലാലേട്ട ഒരു സൂചന കൊടുത്തത് അവിടെ പറയാറില്ലേ, പാത്രം നമ്മളെ ആരായിരുന്നിപ്പോ അനീഷും അതുപോലെ എന്താ പേര് നിവിനും പറയും കഴിച്ച പാത്രം കഴുകണം നിർബന്ധം പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ള ഒരു അക്ബറും മറ്റേ ടീമൊക്കെ പറഞ്ഞു പറ്റില്ല, എല്ലാവരും പറഞ്ഞു പറ്റില്ല. അനീഷ് അടക്കം പറഞ്ഞു ഞങ്ങൾ അവിടെ കൊണ്ടേക്കും കഴുകില്ല, വെസൽ ടീമിന്റെ ഡ്യൂട്ടി അത്. പക്ഷെ ലാലേട്ടൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ഞാൻ അന്നോട്ട് ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഞാൻ കഴിച്ച പാത്രം ഞാൻ കൊണ്ടേ കഴുകും. അത് ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, അതൊരു ബേസിക് മാനേഴ്സാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് എന്താ അവര് കഴിച്ച പാത്രം കഴുകില്ല എന്നൊക്കെ പറയണത് അല്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ കൂടി നമ്മുടെ മോനെയാണെങ്കിൽ കൂടി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് കിച്ചണിൽ കൊണ്ടുപോയി നേരെ കൊണ്ടുവച്ചിട്ട് അവൻ അതൊക്കെ ശീലിപ്പിക്കണം. അതൊക്കെ നല്ല കാര്യങ്ങൾ. അല്ലാണ്ട് സ്ഥലത്തെത്തി കഴിഞ്ഞാൽ കഴുകില്ല എന്ന് പറയണൊക്കെ അത് അന്നേ ഞാൻ വിചാരിച്ചതാ. അതെ സത്യം. അടുത്ത ഇഷ്യൂ പിന്നെ ഒനീലിന്റെ ബാഡ് വേർഡ് അല്ലേ, ഒനീൽ വിളിച്ചിട്ടുള്ള സംഭവം വിളിക്കാൻ പാടുണ്ടോ എന്നുള്ളത് അക്ബറിനോട് ചോദിച്ചു. അല്ല സോറി, ഒനീലിനെ വിളിച്ചിട്ടുള്ള ബാഡ് വേർഡ് ഒനീലിനെ വിളിച്ചിട്ടല്ല അറിയണ്ട, ഈ മനുഷ്യനൊന്നും അറിയില്ല നല്ല ഇത് അതെനിക്കറിയാം. അത് ആ വേർഡ് ഒരിക്കലും മറക്കൂല, വിളിച്ചത് മറക്കില്ല. അക്ബർ ഒനീലിനോട് കിച്ചണിൽ വെച്ചിട്ട് ചോദിച്ചാൽ നീ എനിക്ക് ഇവിടെ ഒരു ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു, അക്ബർ ആരോട് പറഞ്ഞു, ഒനീലിനോട്. ഓക്കെ കറക്റ്റ്. അപ്പൊ ശരി, എന്താ പരീക്ഷ മാർക്ക് നീ എനിക്കൊരു അല്ലാതാ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു ഇത് സംഭവം ഒന്നല്ല ഇത് അക്ബർ ഒരു പ്രാവശ്യം അത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ അക്ബറിനൊക്കെ എപ്പോഴും ഇർഫാൻ വരും എന്താ കാരണം എനിക്കറിയില്ല കേട്ടോ, എന്തോ ആയിക്കോട്ടെ കാരണം. അപ്പൊ എന്തായാലും ഈ പിന്നെ അക്ബർ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു, മറ്റോ പോയിട്ട് അത് ക്യാമറകളിലൊക്കെ പോയി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒനീൽ പറയുന്നത് അവൻ എന്നെ എം ആരാ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 15 വട്ടെങ്കിലും വെച്ച് ഷാനവാസ് അച്ഛനെ വിളിച്ചത് എന്താ ചോദിക്കാന്, ഷാനവാസ് അച്ഛനെ വിളിച്ചത് എന്താ ചോദിക്കാതിരുന്നു, സത്യം അല്ലേ? അതെന്താ ചോദിക്കാതിരുന്നത്? അത് നമ്മള് പ്രതിഷേധം ഒന്ന് കേൾക്കണം തോന്നിയോ, അന്ന് ചോദിക്കണായിരുന്നല്ലോ. പക്ഷെ അത് അവര് തന്നെ സോൾവ് ചെയ്തു ഇവര് തമ്മിലുള്ള. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവരെന്നെ സോൾവ് ആയിട്ട് അവരെന്നെ സോറിക്ക് പിന്നെ ഷാനവാസ് പോയി സോറിക്ക് പറഞ്ഞു സോൾവ് ചെയ്തോണ്ടായിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല ഈ ഷാനവാസും അനീഷിന്റെ റീലിൽ നിന്ന് കണ്ടിയാൽ ഇതോ ഇവര് തമ്മിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനത്തിന്റെ ഇടയ്ക്ക് ഇവന്റെ പുറത്ത് ഇവര് ഭയങ്കര കച്ചറ നിൽക്കുന്ന ഇവന്റെ പുറത്ത് ആ ഒരു തുണി കെട്ടി കൊടുക്കട്ടോ, കെട്ടിത്തരാൻ പറഞ്ഞ ഷാനവാസ് കെട്ടിത്തരണി ഇതൊക്കെ കെട്ടിട്ട് നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഞാൻ മലപ്പുറം ഭാഷ ആയതുകൊണ്ട് ഇനി ഇതൊക്കെ കെട്ടിയിട്ട് ഇതിന്റെ അടുത്തേക്ക് സൂപ്പർമാൻ എന്നുള്ള കെട്ടിട്ടില്ല വരരുതിട്ടോ. മനസ്സിലായില്ലേ? അത് കെട്ടുമ്പോഴേക്ക് വലിയ സൂപ്പർമാൻ ആയി വിചാരിച്ചിട്ടേ ഇത് കെട്ടിട്ട് സൂപ്പർമാൻ വെച്ചിന്റെ അടുത്തേക്ക് വരരുതിട്ടോ. അത് നല്ല രസമായി പോയിട്ടോ, നല്ല രസം അടിപൊളിയായിരുന്നു. ഷാനവാസ് നല്ല സൈലന്റ് ആയിട്ട് വരുന്നുണ്ടായിക്കൂടി കേട്ടോ. ഷാനവാസ് ടോപ്പ് 5-ലേക്കും ഒരു വിന്നർ പട്ടത്തിലേക്കും സൈഡിലൂടെ വരുന്നുണ്ട്. നല്ലൊരു മോഹൻലാൽ ഫുൾ ഷാനവാസിന് നല്ലൊരു ക്യാപ്റ്റൻസിക്കും എല്ലാത്തിനും ഇന്നലെ തൊട്ടിട്ട് ഇന്നൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളും ഈ ഞാൻ പറയാൻ കാരണം ചിലപ്പോൾ പറയുന്ന ആൾക്കാർക്ക് ദഹിക്കില്ല കേട്ടോ. അപ്പൊ ഞാനും ആദ്യ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു, പക്ഷെ വാട്ട് ഈസ് സെഡ് ഇസ് റൈറ്റ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. ഈ ഒനീലും ഷാനവാസും കൂടി ഇരുന്നിട്ട് റെനേനെ പറ്റി പറഞ്ഞ ഒരു കാര്യം കേട്ടോ. ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ബോയ് ഫ്രണ്ടിനെയും കൊണ്ട് നടക്കുന്നത്. 19 വയസ്സുള്ള അപ്പൊ അവർക്ക് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അത് ഇന്നത്തെ കാലത്ത് പറയുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും ഞാൻ അങ്ങനെ അതാ ഞാൻ പറഞ്ഞു ഞാനത് അങ്ങനെ ചിന്തിച്ചിട്ടാണ് എന്നല്ല പറയുന്നത്. ഷാനവാസിന്റെ ഭാഗത്ത് ഞാൻ ചോദിക്കട്ടെ, കുട്ടേട്ടന് അതിൽ അഭിപ്രായം ഉണ്ടോ? ഈ 19 വയസ്സുള്ള കുട്ടിയും ബോയ് ഫ്രണ്ടും കൂടി വരുന്നു പോണു, അതിലെന്താ അഭിപ്രായം? ഇപ്പൊ കുട്ടേട്ടന് ഷാനവാസിന്റെ പോലെയാണോ അതോ കുട്ടേട്ടൻ അവര് ഇപ്പത്തെ ഒരു ടൈപ്പ്? ഓക്കെ, ഞാൻ ഷാനവാസിന്റെ ഭയങ്കര ചോദ്യം ചോദിച്ചിട്ട് ഭയങ്കര എന്നെ കുഴക്കിലോ രാമനാഥൻ കുഴക്കിലോ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഷാനവാസിന്റെ കാര്യം ഞാനാണോ ബിഗ് ബോസിൽ കളിക്കുന്നത് ഷാനവാസാണോ കളിക്കുന്നത്? നമ്മൾ ഷാനവാസിനെ പറ്റി പറഞ്ഞു എനിക്ക് ഇന്ന ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിൽ വേറെ സംഭവം ഉണ്ടേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഷാനവാസ് ഇങ്ങനെ പറയുന്നത് ഈ ഇന്നായിട്ട് ഗെയിം കളിക്കാൻ സാധാരണ ഇതിൽ ഇത് ഉറക്കം തൂങ്ങിയിരിക്കലാണ്. ഒന്ന് ഉറക്കി തൂങ്ങിയോ ഉറങ്ങിക്കോ ഉറങ്ങി എന്ന് പറയാ. അത് ശരി, ഇത് ഗെയിം ഓൺ. ഓക്കെ. അല്ല ഞാൻ പറഞ്ഞോണ്ടെന്ന് എന്താ അറിയോ, ഷാനവാസ് ഒരു ഉപ്പ എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞതായിരിക്കും. ഒനീല് പറയാണേ അവർക്ക് പഠിക്കണം എന്നൊന്നും ഉണ്ടാവില്ല, ഇവർക്ക് പഠിത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പഠിക്കണൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ സംഭവം ഉണ്ട്,
ഇവര് എയിം ചെയ്തിട്ടുള്ള ബിഗ് ബോസ് എന്ന സ്ഥാനത്ത് 45-ാം വയസ്സിലും 44-ാമത്തെ വയസ്സിലും 38-ാം വയസ്സിലും എത്തിയ സ്ഥാനത്ത് 19 വയസ്സുള്ള പെൺകുട്ടി ബിഗ് ബോസിലെത്തി. പോയിന്റ് അല്ലേ? ഇവിടെ ഞാൻ സ്കോർ ചെയ്തു തന്നെ. ജോർഗിക്കോ എനിക്ക് പ്രശ്നമില്ല, ഞാൻ പഴയ ഇതിലെത്തി. മനസ്സിലായില്ലേ? 19 ഇതൊക്കെ പെട്ടെന്ന് വരുന്നതാണ്. ഇതൊക്കെ ഇത് ഞാൻ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നത്. ഇത് എഴുതിയില്ലേ നമ്മുടെ? മനസ്സിലായില്ലേ? അത് പോട്ടെ, അതങ്ങനെ ഓരോ സംഗതി. പിന്നെ ചോറ് കളയൽ വിഷയം അനീഷിന്റെ ഷാനവാസ് സപ്പോർട്ട് ചെയ്തു. ഷാനവാസ് പിന്നെ അത് കണ്ടില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ ഇത് കളയാൻ പുറപ്പെട്ടു, വേസ്റ്റ് ആക്കാന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരിക്കും ഷാനവാസിന്റെ ഒരു ഗുണം അതാണ്. ഇനിയിപ്പോ ഷാനവാസിന്റെ PR ആവുമെന്ന് തോന്നുന്നു. ഷാനവാസിന്റെ ഒരു പ്രത്യേകത അതാണ്. എന്താന്ന് വെച്ചാല് ഒരാളെ മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യില്ല. എവിടെയാണോ ന്യായം അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഷാനവാസ് എണീറ്റെന്ന് സത്യസന്ധമായി പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നു സ്മെല്ലെങ്കിലും ഇത് മലപ്പുറംകാരൻ അങ്ങനെയാണ്. അതിന് വേണ്ട, അതിന് അങ്ങനെ പറയേണ്ട. കുട്ടിയുടെ PR ആന്ന് വിചാരിക്കും, വെറുതെ എന്താ പറയാ മലപ്പുറം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സ്വന്തം ചങ്ങായാണ്ട് പോയല്ലോ സായി, എന്നിട്ട് ഓനെ സപ്പോർട്ട് ചെയ്തു. ഓനെ സ്ഥിരമായിട്ട് വിളിക്കാനല്ലോ, എന്നിട്ട് ഓനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. നമ്മളെന്താ കണ്ടുവെച്ചാൽ പറയും. പിന്നെ അടുത്ത കേസ് നിവിൻ സീരിയസ് ആയിട്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ച എനിക്കിപ്പോൾ ഭയങ്കര എന്റർടൈനർ ആയിരിക്കാം, എനിക്കും എന്റർടൈനർ ഒക്കെ തന്നെയാണ്. പക്ഷെ ഓടിക്ക് ചങ്ങായി സീരിയസ്നെസ്സിന്റെ മിതമായ രീതിയിലാണെങ്കിൽ നല്ല രസമുണ്ട്. ഒരു ചെറിയ തട്ടിന്റെ ആവശ്യം കുറച്ചൊന്ന് ചങ്ങായി സീരിയസ് ആവണം. ബിഗ് ബോസ് എല്ലാവർക്കും അടിപൊളിയായിട്ട് പണിയും കൊടുക്കുന്നുണ്ട്. ലാലേട്ടന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് കറക്റ്റാ. ഇപ്രാവശ്യം ആരാണ് ഈ ബിഗ് ബോസിന്റെ ഷോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അപ്പാർട്ട് ഫ്രം ദി ഹൈജീൻ പാർട്ട് ഐ ആം ഓക്കെ അല്ലേ ഇത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പയ്യൻ, നല്ലൊരു പയ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പയ്യൻ ഞാൻ പറയാൻ വെച്ചാൽ അഭിലാഷ്. എനിക്ക് എന്താ വന്നോടനെ ഈ ആയുധ CBI കച്ചറ കളിക്കൊണ്ടാണേ. പക്ഷെ ഇപ്പൊ നല്ലൊരു മനസ്സുള്ള ചെക്കനാണ്. എനിക്കൊന്ന് കാണുമ്പോൾ തന്നെ ഒരു സങ്കടം നല്ലൊരു പയ്യൻ, ഒരു നന്മയുള്ള ഒരു ചെക്കനെ മാതിരി തോന്നുന്നുണ്ട്. പറയാൻ പറ്റില്ല നമുക്ക് അല്ലേ. പിന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്ബർ ആൻഡ് ദി വേസ്റ്റ് മാനേജ്മെന്റ് അടിപൊളിയായി. കാരണം അത് ലാലേട്ട പൊളിച്ചടക്കി. അതാ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു. ഇത്ര ഒരാഴ്ചയായിട്ട് ഒരു സോറി പറഞ്ഞ് അക്ബർ നടന്നിട്ടും അത്ര ഭയങ്കര ക്ഷമ കൊടുക്കാൻ പറ്റാത്ത കാര്യമൊന്നും അല്ല. അതിലും വലിയ കാര്യങ്ങൾ രേണുവിനെതിരെ വരുന്നുണ്ട്. രേണു ഒക്കെ എല്ലാം ഇല്ലേ. ഇതിപ്പോ അത്രയും സോറി പറഞ്ഞില്ലേ, അയ്യോ ഞാൻ ശരിക്കും ആ ഡയലോഗ് എനിക്കും കൂടി മനസ്സിലായിട്ടോ. ക്ഷമിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ ക്വാളിറ്റിയാണെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ. ക്ഷമിക്കാൻ പറ്റുക എന്നുള്ളത് സത്യമാണ്. എല്ലാവർക്കും ഒന്നും എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയില്ല. ആ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. എന്തൊക്കെ കുട്ടികളും കാണിക്കണം. ഞാൻ എപ്പോഴും അങ്ങനെയല്ലേ ഞാൻ പല കാര്യത്തിലും ക്ഷമയുള്ള ഞാൻ നാളെ മുതൽ എന്നോട് ക്ഷമിക്കും. അത് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിക്കല്ലേ ഇതോ. ഇടി ക്ഷമ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും എന്നെ കുറിച്ചൊന്ന് ഹൗസ് മേറ്റ്സിനോട് ചോദിക്കും, ആ മക്കളെ കുറിച്ച് ചോദിക്കും. ക്ഷമയുടെ പര്യായമായിട്ടല്ല എന്നെ അറിയപ്പെടുന്നത്. എന്താ ഇങ്ങനെ. അപ്പൊ അത് ഭയങ്കര രസമായി. സത്യം പറഞ്ഞാൽ മറ്റേ ആ തിയേറ്ററിലെ ചേട്ടൻ പറഞ്ഞ മാതിരി അതെന്തറിയോ, ഇത്രക്ക് അതിനൊരു എക്സാമ്പിൾ ലാലേട്ടന് അത് പറയാനുള്ള യോഗ്യത ഉണ്ട്. കാരണം എല്ലാവർക്കും ഒന്നും അങ്ങനെ പറയാനുള്ള യോഗ്യത ഉണ്ടാവില്ല. ലാലേട്ടന് പറയാനുള്ള യോഗ്യത ഒരു റീസൺ ആയിട്ടൊരു സംഭവം നടന്നില്ലേ. അത് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർ അങ്ങനെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. ഒരു കഥ കേട്ടിട്ടില്ലേ, ആ കഥയൊന്നും ഞാൻ പറയില്ല. നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഭയങ്കര ക്വാളിറ്റിയാന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത് ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത് നമ്മളെ സമൂഹം മൊത്തം അറിഞ്ഞതാ. എങ്ങനെ മുന്നേ ഒരു എന്തോ പൊട്ടിച്ച് തിന്നണ്ട് കവർന്ന് എന്തോ പൊട്ടിച്ച് തിന്നണ്ടേ. അപ്പൊ ചേച്ചി എന്ത് തേങ്ങ അവള് കഴിക്കും നോക്കുമ്പോ ശരിക്കും എനർജി ആയിട്ടാണ് ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് എനർജി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ശരിക്കും എനർജി എന്നും ചോക്ലേറ്റ് വേണ്ടി ഇവിടെ വീട്ടില്. പിന്നെ ഇത് പറയൂ, ആ ഇൻസിഡന്റ് പറയൂ. എന്താ മോഹൻലാലിന് ഒരു 24 ന്യൂസിന്റെ ആള് റിപ്പോർട്ടറിന്റെ ന്യൂസ് ഒറ്റ മൂക്കിൽ കുത്തിയില്ലേ മൈക്കോണ്ട്. അപ്പൊ എന്നിട്ട് പറയല്ലേ എന്നെ എന്താ പറഞ്ഞില്ലേ ക്ഷമിച്ചില്ലേ. കാര്യമാക്കിട്ടില്ല. അപ്പൊ അത് കറക്റ്റ് ആണ് പറയാം. അക്ബറിനെ പോലെ ഒരു പാട്ടുകാരൻ അതുപോലെ പാട്ടും പാടി നടക്കുമ്പോ അതിന് ഇഗ്നോർ ചെയ്തിട്ട് ഇത്രയും ഹെഡ് വെയിറ്റ് സീരിയസ് ആവണ്ട. അല്ല എന്നിട്ട് പറയൂ, അല്ലെങ്കിൽ തീരില്ല കുട്ടേട്ടാ. അങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ ആദ്യത്തെ 1 മിനിറ്റ് തന്നെ തീർത്ത് പോയാൽ പോലെ. മറ്റേ സുഹൃത്തുക്കളെ നമസ്കാരം, ഇതാണ് ബിഗ് ബോസ്. എന്നാ ശരി, താങ്ക് യു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണമെന്ന് പോയാൽ പോലെ ചെയ്തു. കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, മനസ്സിലാക്കിയത്. ഇന്നെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് പ്രേക്ഷകർ വന്നിരിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് പോലെ ഒരു പഠിക്കവരുണ്ട്. എനിക്കൊരു വാണിംഗ് കിട്ടിയ ലാലേട്ടൻ്റെ അടുത്ത് വാണിംഗ് കിട്ടിയ നിർത്തായിരുന്നു. പോട്ടെ,
അപ്പം എന്താ പറയുക, അക്ബർ രേണു ഇഷ്യൂ. അപ്പം ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, പാട്ടുകാരൻ ഈ ചങ്ങായി ഇത്ര അധികം പറഞ്ഞിട്ട് ഇതിന് മാത്രം ഹെഡ് വെയിറ്റഡ് ആ മാത്രമൊന്നും ഇല്ല രേണു സുധി. ഞാൻ എൻ്റെ വാർത്താനോട് പറയാം, പറയാനുള്ളൂ. അതൊക്കെ കഴിയേണ്ട സാധനം. ഇതെന്തുകൊണ്ടാ പറയാൻ കാരണം ഇതോ രേണുസുതി അല്ലെങ്കിൽ വേറൊരാൾക്ക് അതെന്തുകൊണ്ടാണ് രേണുസുതി പറയാൻ കാരണം, ഞാൻ അങ്ങനത്തെ എടുത്ത് പറയാൻ കാരണം എന്താ അറിയോ, ഓള് പറയുമ്പോൾ തന്നെ അവള് രേണുസുതി എന്ന് പറയേണ്ട ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ഈ വിളിച്ച വിളിയില്ലേ, ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച സമയത്ത് ഒക്കെ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഈ രേണു എന്തൊക്കെയാ പറയണ, സുധിച്ചേട്ടൻ മരിച്ചു എന്ന് പറയാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇക്കണ്ട ഇന്റർവ്യൂലൊക്കെ മരിച്ചു പോയ ഒരാള് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു അല്ലേ, ഞാൻ എന്താ പോയി ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഡയലോഗ് നോർമലി ഞാൻ രേണുവിന് എതിരൊന്നും അല്ല കൂട്ടേട്ടാ, ഞാൻ എല്ലാരും പറയണ പോലെ പറഞ്ഞതാ. എന്തെങ്കിലും പറയട്ടെ, ഇത് അതിനത് പറയാൻ എന്താ ചെയ്യത്. എന്തായാലും ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റി. പിന്നെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ലേ, സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയാണ്. അപ്പൊ വന്നപ്പോ തന്നെ കേട്ടോ, അപ്പൊ എടുത്തേക്ക് ലാലേട്ടൻ അടുത്ത പണി 5-6 ദിവസം കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ തീരുമെന്ന്. 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വേർഡ് വിളിച്ചത് വെച്ചാൽ പ്രശ്നം ഇല്ലെന്നാ ലാലേട്ടൻ ചോദിച്ചത്. കറക്റ്റ്. പിന്നെ ഇപ്പൊ ഇതിന്റെ പുറകില് മറ്റാളുണ്ട്, മറ്റേ ബോയ്ക്കട്ട് ശാരിക. ക്ഷമ ചോദിക്കുന്നത്. അപ്പൊ ആര്യം പറയട്ടെ, അല്ല ആര്യം ചോദിച്ചിരിക്കുന്നു. ഇതോ ഞാനത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ആര്യം തമാശ രൂപത്തിൽ തന്നെ പറഞ്ഞിരിക്കണം. ആര്യം തമാശ രൂപത്തിൽ പറഞ്ഞതാണെന്നുള്ളതാണ് ആര്യം വിചാരിച്ചത്. സംഭവം അതല്ല, ഈ പോലെ ഫ്രെയിമിൽ നിന്ന് ഓടി പോകുന്ന വേണ്ട. ഞാൻ അപ്പൊ എന്താ വെച്ചാൽ സംഗതി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരാണ് ശാരിക കെ ബി ഭയങ്കര അഡ്വൈസറാണല്ലോ. പോട്ടെ, അതൊക്കെ. പിന്നെന്താ, പിന്നെ ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിരിക്കണം. ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ ക്ഷമിക്കില്ല എന്നുള്ളത്. ഏതായാലും രേണു സുധി മാറി പോട്ടെ. പിന്നെ നമ്മളെ നോമിനേഷൻ അല്ലേ, ഇതോ നോമിനേഷൻ അല്ലേ. പിന്നെ അനീഷിന്റെ സ്ത്രീവിരുദ്ധ നോമിനേഷനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ നല്ല ക്യാപ്റ്റൻ ആയിരുന്നു ഷാനവാസ് എന്ന് എല്ലാവരും ഒരുവിധം എല്ലാവരും. റെന മാത്രം എന്തോ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. എന്ത് നിയന്ത്രണമാണ് കൊണ്ടട്ടെ, എല്ലാവരും ക്യാപ്റ്റൻസി വന്നിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് സൈക്കിൾ ജഡ്ജ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം തന്നെ വിചാരിച്ചൊരു കേസ് ഉണ്ട്. ആര്യൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ വേറെ കാര്യങ്ങൾ പറയാം. അപ്പൊ അതെന്താ വെച്ചാലേ, ഈ ആര്യൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഭയങ്കര സ്പോർട്സ്മാൻ ആണോ. അല്ലല്ല, അങ്ങനെയല്ല. അതിന്റെ സംഭവം അതല്ല. സംഭവം എന്താ വെച്ചാല്, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അതിൽ ഈ ആര്യൻ്റെ ഒരു കേസ് പറഞ്ഞിരുന്നു. ആര്യൻ്റെ കളിയാക്കുന്ന റിലേറ്റഡ് ഞാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ, അതായത് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവെന്നുകൊണ്ട് ആര്യനെ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞതിൽ. ഇവർക്ക് ആര്യൻ്റെ ഫാമിലിനെ അറിയാം. ഒരു വെള്ളിക്കരണ്ടിയുമായി ജനിച്ചിട്ടുള്ളൊരു, പിന്നെ ഒരു മെസ്സേജ് ഉണ്ട്, ആളെ ഐഡൻറ്റിറ്റി ഞാൻ പറയുന്നില്ല. വെള്ളിക്കരണ്ടിയുമായി ജനിച്ചൊരു വ്യക്തിയല്ല. ഈ ഫാമിലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സിൽ വന്നിട്ടുള്ളത്. ഫ്ലഡിലും കോവിഡിലും അവർക്ക് ഒരുപാട് ബിസിനസ്സിലെ ബിഗ് ബോസിൽ വന്നിട്ടുള്ളത്. കോവിഡിലും ഫ്ലഡിലും ഒക്കെ അവരുടെ ബിസിനസ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പേരൻസിന് നന്നായിട്ട് അറിയാം. വളരെ അഭിനയം മാത്രമല്ല, ഹി വാസ് എ ക്യാപ്റ്റൻ ഫോർ അണ്ടർ-16 ക്രിക്കറ്റ്. അവൻ ഒരു ക്രിക്കറ്ററാണ്. ആൻഡ് ഹാഡ് സീരിയസ് ഇഞ്ചറി ആൻഡ് ഹാഡ് ടു സ്റ്റോപ്പ് പ്ലേയിങ്. അതായത് വളരെ സീരിയസ് ഇഞ്ചറി ഉണ്ടായിട്ട് ക്രിക്കറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു അത്ലീറ്റാണ്, ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. വളരെ അതെന്താണ് പറയുന്നത്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ ആയിരുന്നു. ഒറ്റ കാര്യം, അവർ പഞ്ചാബീസാണ്. ഫ്രം ഡൽഹി ബട്ട് ലോങ് സെറ്റിൽഡ് ഇൻ കൊച്ചിയിൽ ഒരുപാട് കാലമായിട്ട് സെറ്റിൽഡ് ആണ്. അവർ സിൽവർ അത് വെച്ചിട്ട് ഉണ്ടായത് അല്ലാതൊക്കെ പറഞ്ഞിട്ട് ഒരു വേറൊന്നല്ല, അവർ അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ മാത്രമല്ല, ആര്യൻസ് മെയിൻ ഇഷ്യൂ വാസ് he was at choice school. choice school സെലിബ്രിറ്റീസിന്റെ സ്കൂളാണ്. സെലിബ്രിറ്റീന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. അത്രയും അങ്ങനത്തെ ഒരു സ്കൂളാണ്. his friends gang are celebrities. He's mingling with people at house like that. അതുകൊണ്ടാണ് they are staying next to my husband's house എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഗതികളോ നമ്മൾ പറയുന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും അല്ലേ ഇത്. അപ്പോൾ അതാണ് ശരി. അപ്പോൾ അങ്ങനെ ആര്യൻ ക്യാപ്റ്റനായി. സ്വാഭാവികമായിട്ടും സൈക്കിളിന്റെ കഥ തന്നെയുണ്ടോ, മുന്നപ്പെടുന്ന ആൾക്കാർ കുടുങ്ങിപ്പോവും അല്ലേ ഇതും. പിന്നെ വേറെന്താ, പിന്നെ ഇന്നത്തെ എലിമിനേഷന്റെ ആ ഒരു പ്രക്രിയ ഭയങ്കര സൂപ്പറായിരുന്നു അല്ലേ ഇതൊന്ന് ശരിക്കും സീരിയസ്ലി. പ്രത്യേകിച്ച് പല ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ ഔട്ട് ഉണ്ടോ ഔട്ട് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി പറഞ്ഞു പോയതുകൊണ്ട് ഏകദേശം എനിക്ക് ഒരുപാട് പേര് മെസ്സേജസ് വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്കിങ്ങനെ അയച്ചിട്ടല്ലോ ഓരോരുത്തർ. അപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത് ശൈത്യ എവിക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അപ്പോൾ ഞാനോട് ഇങ്ങനെ പറഞ്ഞില്ല, എനിക്കിങ്ങനെ മെസ്സേജ് വന്നിട്ട് ഞാൻ മെസ്സേജ് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് ശൈത്യ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇത് ഇവള് പറഞ്ഞു, ഞാൻ ഒരുപാട് ബിഗ് ബോസ് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ട ആളാണ്. പിന്നെ യാദൃശ്ചിക വളരെ എന്തോ ഒരു ദൈവം
ജീവിതത്തിന്റെ ഇതുകൊണ്ട് മാത്രമാണ് ഹൗസിൽ പോവാത്തത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ബിഗ് ബോസ് ഞാൻ ഒരുപാട് കണ്ടിരുന്നു. അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ബിഗ് ബോസ് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനത്തെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അതിന് നോ എവിക്ഷൻ തന്നെയാണെന്നൊക്കെ പോലെ എന്തൊക്കെ പ്രവചിച്ചു. ഞാൻ ആ പ്രവചനം കേട്ടാൽ മതി. അത്രയ്ക്കൊന്നും പറഞ്ഞു ഒരാളെ പറഞ്ഞേക്കില്ല, ചിലപ്പോൾ പറഞ്ഞേക്കൂട്ടോ, പറഞ്ഞേക്കാം, വേറെ പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും പിന്നെ ശൈത്യ അനുമോൾ കോംബോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അപ്പൊ അങ്ങനെയാണ് ഇന്ന് നോ എവിക്ഷൻ അല്ലെ, ഒരു എവിക്ഷനും ഉണ്ടായില്ല. ശൈത്യ ഔട്ടാവാതിരുന്നപ്പോ അനുമോൾക്ക് സന്തോഷമായി, യെസ്, കെട്ടിപ്പിടിച്ചു. പിന്നെ അവര് തമ്മിലുള്ള കുറെ സംഭവങ്ങളുണ്ടായി. പിന്നെ നമ്മുടെ മിസ്റ്റർ അപ്പാനി, ഇവനെ ഞാനൊരു പേര് ഇടുന്നുണ്ട്, ഒരു പരദൂഷണ അപ്പാനി. ഇങ്ങനെ ഒരു കൊളക്കടവ്, ബിഗ് ബോസും കൊളക്കടവും തമ്മിൽ തെറ്റിദ്ധരിച്ചിട്ട് വന്നിരിക്കുന്ന ചങ്ങായിയാണോ അപ്പാനി? എന്താണോ താൻ ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നത്? അക്ബറും അതെ, അപ്പാനി അതെ. രണ്ടെണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മതിലിന്റെ അപ്പുറത്തും ഒരു മതിലിന്റെ ഇപ്പുറത്തും നിന്നിട്ട് പരദൂഷണം പറയുന്ന സെയിം സെറ്റപ്പ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഞാൻ പ്രത്യേകം എഴുതിച്ചിട്ടുണ്ട്. എവിടെ എഴുതിച്ചിട്ടുണ്ട് അപ്പാനി? ഇവരെന്താ ചെയ്യുന്ന അറിയോ? ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടി ഇവൻ എന്ത് ചെയ്യും, മൈക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ശ്രദ്ധിച്ചു നോക്കൊണ്ട് നിങ്ങൾ ഇവൻ ഇനി നമ്മൾ ഈ അപ്പാനിനെ കുറ്റം പറഞ്ഞിട്ട് ഈ അപ്പാനിന്റെ നോൺ പി ആർ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഒന്നല്ല, നമുക്ക് കണ്ട സംഗതി പറയുന്നത്. ഇങ്ങനെ നീക്കിയിട്ട് അവൻ മൈക്ക് ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ഡയലോഗാണ് അനുമോളെ പറ്റി പറഞ്ഞത്. അനുമോൾ ഫേക്ക് ആണ്, അനുമോൾ ഫേക്ക് ഗെയിമർ. അതുകൊണ്ട് പുറത്തേക്ക് ഔട്ട് എത്തപ്പെടാനുള്ള കണ്ടീഷനിലാണ്. നമുക്ക് തോന്നിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഫേക്ക് ഗെയിമർ ആയിട്ട് തോന്നിയില്ല. അനുമോളുടെ സങ്കടവും ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന രീതി ചിലപ്പോൾ കരഞ്ഞുകൊണ്ടുള്ളത് ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്നു. പക്ഷെ പല ആൾക്കാരും ദേഷ്യം വരുമ്പോ അങ്ങനെ കരയണവരുണ്ട്. അത് അനുമോളും അതേപോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ അവിടെ പല സ്ത്രീകളെക്കാട്ടിലും ഒരു പേടിയില്ലാണ്ട് കളിക്കുന്നുണ്ട് അനുമോളും ജിസയിലും. ഞാൻ പറയാം, അവളെ നേരെ ഓപ്പോസിറ്റ് കളിക്കുന്ന ജിസയിലിനെയും കൂടിയാണ് ഞാൻ പറയണത്. ഈ രണ്ട് പെണ്ണുങ്ങൾ നന്നായി കളിക്കുന്നുണ്ട് ഗെയിം. രണ്ട് വേറെ വേറെ രീതിയിലാണേ ഉള്ളൂ. അപ്പാനിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അപ്പാനി പറയേണ്ടത് അനുമോളെ മൊത്തം നോക്കിയിട്ടാണ്, അല്ലാണ്ട് മൂലക്ക് പോയിരുന്നിട്ട് എന്നിട്ടൊരു വർത്താനം. എനിക്ക് അതാണ് തീരെ ഇഷ്ടപ്പെടാൻ, ഒരു ഓഡിയൻസും പറയാത്തൊരു വർത്താനം. രേണു ചേച്ചിക്ക് അനുമോളെക്കാട്ടിലും സ്റ്റാൻഡേർഡും രേണു സ്റ്റാൻഡേർഡ് ഗെയിമറാണെന്ന് അതൊന്നും മിണ്ടാണ്ടിരിക്കണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ, കാരണം എന്തെങ്കിലും മിണ്ടിയാലല്ലേ സ്റ്റാൻഡേർഡ് പോകുള്ളൂ. അനുമോൾ എന്തൊക്കെയോ മിണ്ടുണ്ട്. അനുമോള് ഗെയിം കളിക്കാൻ വന്നതാണ്. അവിടെ വെറുതെ ഇരുന്നിട്ട് മറ്റേവള് പോയ പോലെ പോവാൻ വേണ്ടി, ബിൻസി പോയ പോലെ പോവാൻ വേണ്ടി വന്നതല്ല. അതുകൊണ്ട് കളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അനുമോളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തോന്നിയ കാര്യങ്ങൾ ശരിക്കും പറയുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ പോയാൽ നന്നാവൂട്ടോ അനുമോള്. ഈ ഞാൻ തന്നെ ഫസ്റ്റ് അനുമോള് പറഞ്ഞിരുന്നത് എന്താ ക്യൂട്ട്നെസ് ഇടുകയാണ്, എന്തൊക്കെയോ ആണ്, ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഞാൻ തന്നെ മാറ്റി പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ കളിക്കണ്ടേ ഗെയിം കളിക്കണ്ടേ. പിന്നെ നമ്മൾ ഇന്നലത്തെ പരിപാടി വെച്ച് ഇന്നലെ ബിൻസി ഔട്ടായെന്ന് വെച്ചിട്ട് നമ്മളൊരു വലിയൊരു സംഭവം പറഞ്ഞിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു, അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. എന്താ അറിയാം, ഈ അപ്പാനി ബിൻസി കൂടി പോയ സമയത്തുള്ള അവരുടെ പ്രകടനം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ഇത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ പ്രകടനം കുറച്ച് ഓവറായിരുന്നു. ആ ഓവറായിരുന്നു വെച്ചാൽ രണ്ടാഴ്ചയോട്ടുള്ള ബന്ധത്തിന്റെ പ്രകടനം എന്നല്ല. പിന്നെ ഫ്രണ്ട്സ് തമ്മിലാണെങ്കിലും ഇങ്ങനെ ഒരു കാണിക്കലുണ്ടാവോ എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മൾ രേണു ചേച്ചി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രേണു ചേച്ചി അത് ശാരിക ചേച്ചിയോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നും പറയാൻ വയ്യ, തിക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് അവിടെ ഇതാക്കുന്നുണ്ട്. ശാരിക പറയാ ശരത്ത് കരഞ്ഞിരിക്കുക അല്ലെ, ഇങ്ങനെ കരഞ്ഞു. അവരെന്നെ ഞെട്ടിക്കുന്നു. അവർക്ക് പരസ്പരം പറയാൻ വയ്യാത്തൊരു കുഴപ്പമാണ്. ഈ ബിഗ് ബോസ് ആണെങ്കിൽ ഇതൊക്കെ എടുത്ത് കാണിക്കണ്ടേ. ഇതിങ്ങനെ വല്ലാണ്ട് കാണിച്ച എന്താ അറിയോ, ഇവരൊന്നും ഇനി ഇങ്ങനത്തെ ഒന്നും പറയില്ല. അപ്പൊ നമുക്കൊരു രസം ഉണ്ടാവില്ല. ഇവരിപ്പോ അനുമോള് പറഞ്ഞില്ലേ ആണുങ്ങളൊക്കെ മൊണ്ണങ്ങളാണ് അത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴത്തില്ല രസാണ്. പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടും ചെയ്തു കാണിച്ചപ്പോ നല്ല അടിപൊളി. പക്ഷെ ഇതിങ്ങനെ എപ്പോഴെപ്പോഴും കാണിച്ചാലേ ഇവര് പറയില്ല. ബോധം ഉണ്ടാവില്ല. കുറച്ച് ഇത് എന്താ പറയുക, എനിക്ക് മനസ്സിലാവണം എന്താ പറയുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ക്യാമറ ഉണ്ട് എന്നൊക്കെ സംഗതിയൊക്കെ മറക്കുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കലി പിന്നെ പറയും. അത് അവർക്ക് അറിയണ്ടാവും. പിന്നെ എല്ലാവരും അവർ നാച്ചുറൽ ഇതിലേക്ക് വരാതിരിക്കില്ല, ആ ഷെല്ല് ബ്രേക്ക് ചെയ്തിട്ട് വരാതിരിക്കില്ല അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ. പിന്നെ ഇനിയൊരു വീഡിയോ കൂടി ചെയ്യാനുണ്ട്. ഇത് വീഡിയോ ഞാൻ ചെയ്യും, ഇപ്പൊ ചെയ്യും. സാധനം കൂടി ഉണ്ട്. മറ്റേ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂ, ബിൻസിന്റെ RJ ബിൻസിന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതും കൂടി ഇതിപ്പോ RJ ബിൻസി പോയത് കുറെ നന്നായി എല്ലാരും കമന്റ് ബോക്സ് ശരത്തിന്. പക്ഷെ പോവരുതായിരുന്നു അങ്ങനത്തെ സ്വഭാവം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ശരിക്കും നാണം കിട്ടണമായിരുന്നു. ഇപ്പൊ പോരുതായിരുന്നു. അത് ചിലപ്പോ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ കേസ് സംഭവമൊക്കെ ഉണ്ടായില്ലേ, ഉപ്പ വിളിക്കലും ജാസ്മിന്റെ കേസിൽ വിളിക്കലും അങ്ങനെ ഇടപെടലൊക്കെ ഉണ്ടാക്കിയ സ്ഥിതി വല്ല കുടുംബക്കാരും അറിയില്ല. നമുക്കറിയില്ല. എന്തായാലും അതിനെ
അതിനെക്കുറിച്ച് സംസാരം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പേഷ്യൻ്റെ ഇൻ്റർവ്യൂവിൽ അതിനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പുറത്തൊക്കെ ഒരുപാട് പേര് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ആണ് അല്ലേ ഇതോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീക്കെൻഡ് എപ്പിസോഡ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഡെയിലി ലൈവ് അപ്ഡേറ്റ്സും പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ വീക്കെൻഡ് എന്താ പറയുക ഈ പറഞ്ഞിട്ടുള്ള രാത്രിയിലെ എപ്പിസോഡും പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇന്ന് അടിപൊളി ദിവസമായിരുന്നു എല്ലാവർക്കും, എനിക്കും അതെ. കാരണം വെച്ചാൽ ഇന്ന് ഉറങ്ങാതെ വന്നിരുന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ ഇന്ന് ഭയങ്കര എനർജറ്റിക് ആണ്. എന്ത് ചോക്ലേറ്റ് ആണെന്ന് കഴിച്ചെന്നുള്ള അറിയില്ല. ആ ചോക്ലേറ്റുകളെ പറ്റിയിട്ടുള്ള എന്താണ് ആ ഉത്തേജക ചോക്ലേറ്റ് എന്നുള്ള അറിയില്ല. ആ ചോക്ലേറ്റ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വീണ്ടും വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ ഇതോ. വേറെ പ്രതീക്ഷയൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞത്തെ പവറിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉറക്കം ശരിയാകുമ്പോൾ തന്നെ നമ്മൾ ആ പവറിൽ തിരിച്ചു വരും. അപ്പോൾ അത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. സുരാജ് പറഞ്ഞാരി വെള്ളക്ക് വിളി ഒഴിച്ച് ബാക്കി എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.